വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയ മന്ത്രി മുഹമ്മദ് റിയാസ് വിലങ്ങാടിന് മാത്രമായി ഒരു സ്പെഷ്യൽ പാക്കേജ് കൊണ്ടുവരണമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തീരുമാനങ്ങൾക്കും UDFന്റെ പിന്തുണ ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ MPയും പറഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും വടകര MP ഷാഫി പറമ്പിലും സന്ദർശിച്ചു. വയനാടിനൊപ്പം തന്നെ കാണേണ്ട ദുരന്തമാണ് വിലങ്ങാട് സംഭവിച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ദുരന്തബാധിതരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പുനരധിവാസം ദുരന്തബാധിതരുമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം നടത്തുമെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ക്യാമ്പിൽ കഴിയുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നഷ്ടമാകില്ല. വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കുമെന്നും കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസവും പുസ്തകങ്ങളും നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുട്ടികളുടെ വിദ്യാഭ്യാസം ക്യാമ്പിലുള്ളതിൽ നിരവധി കുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും പ്രയാസം അവർ അനുഭവിക്കരുത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ സംസാരിക്കും. ഓൺലൈൻ വിദ്യാഭ്യാസം ഉൾപ്പെടെ പെട്ടെന്ന് എന്ത് നൽകാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും. അവരുടെ നഷ്ടപ്പെട്ട പുസ്തകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകുന്ന സ്ഥിതി ഉണ്ടാകും. വിലങ്ങാടിന് മാത്രമായി ഒരു സ്പെഷ്യൽ പാക്കേജ് കൊണ്ടുവരണമെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തീരുമാനങ്ങൾക്കും UDFന്റെ പിന്തുണ ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. വിലങ്ങാടിന് ഒരു സ്പെഷ്യൽ പാക്കേജ് വലിയൊരു അനിവാര്യതയാണ്. അത് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് മീറ്റിംഗിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കളക്ടറോട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും അവരവരുടെ കാര്യങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ എടുക്കുന്ന ഇത്തരം മുൻകൈകൾക്ക് എല്ലാവിധ പിന്തുണയും വിലങ്ങാടിനെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി ഇവിടുത്തെ പ്രശ്നപരിഹാരത്തിന് ഉണ്ടാവും. ഒരുപാട് ആളുകൾ സഹായിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏവരെയും ഒരുമിച്ച് ചേർത്ത് വേണ്ടത് ചെയ്യുമെന്നും ഷാഫി പറമ്പിൽ MP വ്യക്തമാക്കി. ന്യൂസ് മലയാളം, കോഴിക്കോട്.